അല്ല, ഇഡിക്ക് തിരിച്ചു കൊണ്ടുവരല്ല. എന്താണെന്ന് വെച്ചാൽ സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ സഹകരണ മേഖലയിലേക്ക് അവരെ കടന്ന് വരുന്നതിന് കളമൊരുക്കും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചത്. ഇത് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഞാനല്ല, എന്തിനത് ഇഡിയെ കൊണ്ടുവരാൻ? ഇപ്പം ഇന്നെ ഇഡി പരിശോധിച്ചു, യാതൊരു പ്രശ്നവും എനിക്കുണ്ടായില്ലോ. 10 പൈസ എനിക്ക് അതിൻ്റെ പേരിൽ പിഴ കെട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ വന്നാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ളവരെ അതിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ. അങ്ങനല്ല. അതിപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല, വേറെ ആരോ കൊടുത്തു, അങ്ങനെയും കൊടുക്കും. പിന്നെ മാത്രമല്ല, ഇഡി നമ്മൾ പരാതി കൊടുത്താൽ മാത്രമല്ല ഇത് കേസെടുക്കലും അന്വേഷിക്കലും ഒക്കെ ഉണ്ടാവുക. നമ്മൾ പത്രസമ്മേളനം നടത്തിയാൽ തന്നെ അതിൽ ഇഡിക്ക് കേസെടുക്കാൻ തക്ക രൂപത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്നവർക്ക് തോന്നുകയാണെങ്കിൽ തന്നെ അവർ കേസെടുക്കും. ഞാൻ കൊടുത്തിട്ടില്ല. അല്ല, ഇഡിയുടെ അന്വേഷണം അല്ല, 2 നിലപാടല്ല. ഇഡി ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ച് എന്തായാലും കേസെടുക്കും. കാരണം അവർ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണല്ലോ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഹവാല ഇടപാട് അത് നടത്തുന്നു PK ഫെറോസ്. ഈ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് LLC എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു ഓഫീസില്ല, ഒരു ഗോഡൗണില്ല. അവിടെ അതിൻ്റെ മറവിൽ നടക്കുന്നത് ഹവാല ബിസിനസ്സാണ്. ഇവിടെ നിന്ന് പണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിക്ഷേപിക്കുന്നതിനുള്ള സൗകര്യങ്ങളാണ് പല മുതലാളിമാർക്കും ഫിറോസ് ചെയ്തു കൊടുക്കുന്നത്. അതിനാണ് അദ്ദേഹത്തിന് 5.25 ലക്ഷം രൂപ പെർ മന്ത് ശമ്പളം കിട്ടുന്നത്. ഇതിവിടെ അതിനൊരു വിശദീകരണം പറഞ്ഞത് LCC ഒക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ വെറുതെ ഒരു സംഖ്യ എഴുതലാണ്, അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അത് ആർക്കും മനസ്സിലാവൂലേ എന്നാ ചോദിച്ചത്. അങ്ങനെ ഉണ്ടോ? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ UAE ഗവൺമെൻറ്റിനെയും പറ്റിക്കുകയാണ്, UAE ഗവൺമെൻറ്റിനെയും വഞ്ചിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനെ മാത്രമല്ല UAE സർക്കാരിനെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്നും ഒരു പൊതുപ്രവർത്തകൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ചെയ്താൽ ആളുകൾ മുഴുവൻ അത് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ ഓരോ രാജ്യത്തിനും പിന്നെ എന്തിനാണ് പ്രത്യേകം നിയമം? ഇതിനൊന്നും ഒരു വിലയില്ല എന്നുണ്ടെങ്കിൽ ബിൽക്കന്നെ അങ്ങനെ ആക്കിക്കൂടെന്ന UAE സർക്കാരിന് അവരുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് പോയി വരാനുള്ളൊരു സൗകര്യത്തിന് ജോബ് വിസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാക്കിക്കൂടെ? ഇങ്ങനെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടോ? ഒരാളുണ്ടാവില്ല. ലീഗിലുണ്ടാവുമായിരിക്കും, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതുപോലെ തോന്നിയാസം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നണില്ല. കാരണം ആ രാജ്യത്തെയും വഞ്ചിക്കുകയാണ്. എന്തൊരു വിഡ്ഢിത്താണ് ഇവരൊക്കെ പറയുന്നത്. എന്തൊരു രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതൊക്കെ. ഇവർക്ക് എന്താണ് ജോലി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹവാല തന്നെയാണ്. അപ്പോൾ പറയും ഹവാല അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണോ? ഹവാല നിഷിദ്ധാണ്. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരായിട്ട് പ്രത്യേകിച്ച് സാമ്പത്തിക നിയമങ്ങൾ അട്ടിമറിക്കാൻ കാരണമാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുന്നു എന്നുള്ളത്, ഹവാല, കള്ളക്കടത്ത്, ഇതൊക്കെ തന്നെ നിഷിദ്ധമാണ്. മതപരമായിട്ട് തന്നെ നിഷിദ്ധമാണ്, യാതൊരു സംശയവുമില്ല. മകളുടെ കല്യാണം വളരെ ലളിതമായി നടത്തിയതാണെന്ന് പ്രസ്താവന തെരഞ്ഞെടുപ്പ് പ്രചാരണം മാമാങ്കമായിരുന്നു. പൈസ വാങ്ങിയ ആളുകളുടെ പേരും പറഞ്ഞു. അതിന് പൈസ ഞങ്ങളുടെ ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് അതിൻ്റെ ഒക്കെ ചുമതല വഹിക്കാറ്. പണം ചെലവഴിക്കുന്നത്. അല്ലാതെ വ്യക്തികൾ പൈസ കൊടുക്കുന്ന ഏർപ്പാട് CPIM-ലില്ല, ഇടതുപക്ഷത്തും ഇല്ല. അത് UDF-ലെ ഇത് വെച്ചിട്ട് പറയാണ് എന്ത് ഓരോ സ്ഥാനാർത്ഥിയാണ് പണം ഇറക്കുന്നത് എന്ന്. സ്ഥാനാർത്ഥിക്ക് പണ സംബന്ധമായിട്ട് യാതൊരു കാര്യവും അറിയേണ്ട കാര്യമില്ല. നമ്മൾ തുണിയും വെള്ളക്കുപ്പായും ഇട്ടുങ്ങാണ്ട് രാവിലെ നമ്മളെ പെരയിൽ നിൽക്കണം, വണ്ടി അവിടെ വരും, ഏത് പ്രചരണ വണ്ടി, അതിൽ കയറി കൊടുക്കണം, അത് നമ്മൾ കയറണം.
പിന്നെ ബലി എടുത്തു വെക്കൊന്നുമില്ല. അതൊക്കെ പിന്നീട് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ലേ. നമ്മളുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പിന്നോട്ട് പോയിട്ടില്ലല്ലോ. അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. അങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ എന്തെങ്കിലും ചോദിക്കുക. ഒരാളുണ്ട് പിന്നെ പോകുമ്പോ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കല്ലേ ചെയ്യും. അല്ലല്ല, അതാ അങ്ങനെ എന്താ ഇപ്പൊ KT ജലീലിന് എന്താ കൊമ്പുണ്ടോ? അതാ സമയമാവട്ടെ, അപ്പൊ ആലോചിക്കാൻ സമയമില്ലല്ലോ. ഇതിനെ പറ്റി ചോദിക്കുക.